ഓണം പായസമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓണം പായസമേളയുടെ അവസാന അധ്യായമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറെ നല്ല പായസവും പാട്ടും ചിരിയും ഒക്കെയായി ഓണം പായസമേള അടിപൊളിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓണം പായസമേളയുടെ അവസാന അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. പതിവ് പോലെ 4 പുതുമയാർന്ന പായസവുമായി 4 സുന്ദരി കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് സിതാര. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഈ പ്രോഗ്രാമിന് സെലക്ഷൻ കിട്ടിയപ്പോൾ മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹായ്, ഞാൻ സുചിത്ര, പാലക്കാട് നിന്ന് വരുന്നു. ഇപ്പോൾ ഞാനൊരു കുക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് ആണ് എൻ്റെ വലിയ പാഷൻ. സോ ഞാനൊരു വെറൈറ്റി പായസമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ പേര് രചിത, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ US വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നാട്ടിലൊരു ചെറിയ ബ്രേക്കിലുണ്ട്. ഇന്നൊരു വെറൈറ്റി പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ടെൻഷനൊക്കെ ഉണ്ട്, ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ പേര് അർച്ചന, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ പാലക്കാട് പേസ്ട്രീസിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഒരു 6-7 മാസമായിട്ട്. സെലക്ഷൻ കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഒരു വെറൈറ്റി പായസമായിട്ടാണ് ഞാൻ വരുന്നത്. ഈ 4 സുന്ദരി കുട്ടികളെ പരിചയപ്പെട്ടല്ലോ. ഇനി എന്ത് തരത്തിലുള്ള പായസമാണ് അവർ തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഹലോ സിതാര, ഹായ്. എന്താണ് തയ്യാറാക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ക്യാരറ്റ് പായസമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ക്യാരറ്റ് പായസം അല്ലേ? ക്യാരറ്റ് എങ്ങനെയാണ് പച്ചയ്ക്ക് സോട്ട് ചെയ്യുന്നത്? നമ്മൾ ക്യാരറ്റ്, റോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആൽമണ്ട്സ് ചോപ്പ് ചെയ്തത്, കുറച്ച് ഫിഗ്സ്, റേസിൻസ്, കാഷ്യൂസും ഡേറ്റ്സും. ഓക്കെ. പിന്നെ കുറച്ച് പഞ്ചസാര, ഗീ, നമ്മൾ ഇതെല്ലാം കൂടെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ പശുമ്പാൽ. ഇതെന്തായിരിക്കുന്നത്? അത് ഹണി. അതെനിക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ളത്. ശരി. സാധാരണ നമ്മൾ ഒരു പായസത്തിലും അങ്ങനെ ഹണി ഉപയോഗിക്കുന്നത് കേൾക്കാറില്ല അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഹണി ഉപയോഗിക്കാന്നൊരു തീരുമാനം? ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. ഡ്രൈ ഫ്രൂട്ട്സ്. ഹെൽത്ത് കോൺഷ്യസ് ആണോ? അതെ, ഭയങ്കര ഹെൽത്ത്. അതാണ് ഇങ്ങനെ മെലിഞ്ഞ സുന്ദരിയായിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതല്ലാതെ ഈ ഇൻഗ്രീഡിയൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും? വേറെ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ? വേറെ ഇപ്പൊ നമുക്ക് പിസ്തയോ അല്ലെങ്കിൽ ആപ്രിക്കോട്ടോ, എന്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പം ക്യാരറ്റിന് പകരം നമ്മുടെ ആ ഒരു മനോധർമ്മം അനുസരിച്ച് ചെയ്യാം. സിതാരയുടെ മനോധർമ്മം ഇതാണ്. അതെ. അപ്പൊ എന്തായാലും ഞാൻ ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഹലോ അർച്ചന, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പായസം? ഞാൻ ഇന്ന് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ പോകും. പൈനാപ്പിൾ അല്ല? അപ്പൊ അർച്ചനയ്ക്ക് എങ്ങനെ പൊതുവെ പൈനാപ്പിൾ ഇഷ്ടമാണോ? പൈനാപ്പിൾ ഇഷ്ടമാണ്. അതുകൊണ്ടാണോ പൈനാപ്പിൾ പായസം? അതുകൊണ്ട് തന്നെയാണ് പൈനാപ്പിൾ സെലക്ട് ചെയ്യുന്നത്. എന്താ മറ്റ് ഇൻഗ്രീഡിയൻസ്? അതിന് വേണ്ടത് പാല് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ പൈനാപ്പിൾ അത് സോട്ട് ചെയ്ത് ഷുഗറിൽ കുറച്ച് പഞ്ചസാര ഇട്ട് സോട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ കുറച്ച് ജൗവരി വേവിച്ചതാണ്. പിന്നെ കുറച്ച് ഗീ, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കാഷ്യൂസ്, റൈസിൻസ്. ഇത് മുൻപ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ട്. സക്സസ് ആയത്? സക്സസ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കോൺഫിഡൻസ് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ മറ്റുള്ളവരെ കൂടെ ഒന്ന് പരിചയപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഹലോ രജിത. ഹലോ. ഇന്നെന്ത് പായസമാണ് തയ്യാറാക്കുന്നത്? ഞാൻ ഇന്ന് ടോഫി റോബസ്റ്റ ഫിഗ് പായസമാണ് ഉണ്ടാക്കുന്നത്. ടോഫി റോബസ്റ്റ ഫിഗ് പായസം. ഒരു എന്താ പറയാ, നമ്മളെ പേരിൽ തന്നെ ഇങ്ങനെ രജിത എന്താ ഈ ടോഫി കൊണ്ടൊക്കെ പായസം തയ്യാറാക്കാമെന്ന് കണ്ടുപിടിച്ചാണ്? അത് ആക്ച്വലി ഞങ്ങളൊരു കുക്കിംഗ് ക്ലാസ്സിന്റെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ എല്ലാവരും. ഫാഹിദാസ് കിച്ചൺ എന്നാണ് ഞങ്ങളുടെ കുക്കിംഗ് ക്ലാസ്സിന്റെ പേര്. അപ്പൊ മാമിന്റെ എക്സ്പെരിമെന്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ മോളെ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയും. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റോബസ്റ്റ പഴം, പിന്നെ ബട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്, ഫിഗ് ഉണ്ട്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ പാൽ. ഇത്രയാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ? അപ്പൊ ഇതല്ലാണ്ട് ഇപ്പൊ പാചകം അല്ലാണ്ട് ഇപ്പൊ ഇതെല്ലാം നിങ്ങൾ പോയി പഠിക്കുകയാണല്ലോ, പോയി പഠിക്കുകയാണ്. ഇതല്ലാണ്ട് മറ്റ് ഇൻട്രസ്റ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? എനിക്ക് പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, സിംഗറാണ്. പിന്നെ പെയിന്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസിങ് ഇഷ്ടമാണ്. അതുപോലെ ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞ കുക്കിംഗ് ക്ലാസ്സിൽ നിന്ന് പഠിച്ചതല്ലാണ്ട് സ്വന്തം മോഡിഫിക്കേഷൻസ് ഇതിലെന്താ വരുത്തിയിട്ടുള്ളത്? ഇതില് ഞാൻ ഈ കാഷ്യൂ നട്ട്സ് വറുത്തിടാന്നുള്ളതും, പിന്നെ
ഞാൻ അത്രയൊക്കെ തന്നെ. ഇതിൽ പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഞാൻ കുളമാക്കി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു നല്ല പാട്ട് കേട്ടാലോ? തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൊയ്ല് മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. നല്ല പാട്ടായിരുന്നു രചിത. താങ്ക് യു. അപ്പൊ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിച്ചിരുന്നു. ഞാനപ്പോൾ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് നിർത്തേണ്ടി വന്നു. ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുടങ്ങണം എന്ന് വിചാരിച്ചു. അപ്പൊ അതുപോലെ പായസവും നന്നാവട്ടെ. ഞാൻ എന്തായാലും ഒരാളെ കൂടെ പരിചയപ്പെട്ടിട്ട് വരാം. ഹലോ സുചിത്ര. ഹലോ. പാട്ടൊക്കെ കേട്ട് നല്ല രസിച്ച് നിൽക്കുകയാണല്ലോ. അതെ, എന്ത് പായസം തയ്യാറാക്കുന്നത് സുചിത്ര? ഞാൻ ഗുവ ആൽമണ്ട് പായസമാണ്. പേരക്ക കൊണ്ട് സാധാരണ നമ്മൾ കേട്ടിട്ടില്ല പായസം. അതെ, പേരയ്ക്ക ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫ്രൂട്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പേരയ്ക്ക എടുത്തത്. നല്ല മണമുണ്ട് പേരക്കയുടെ ഇവിടെ നിൽക്കുന്നത്. അതെ. ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്? ബാക്കി പാല്, ബട്ടർ, ഷുഗർ, പിന്നെ ഈ പേരയ്ക്ക ഷുഗർ സിറപ്പിൽ ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്ത് വെച്ചത്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ്. അതല്ലേ ഈ പേരക്കയുടെ ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതാക്കി എടുക്കുവാണ്. ആ, കുരു കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ചിലർക്ക് കുരു ഇഷ്ടമല്ല, അപ്പോൾ കുരു കളഞ്ഞിട്ടും എടുക്കാം. അപ്പൊ വളരെ വ്യത്യസ്തമാർന്ന 4 പായസങ്ങൾ തയ്യാറാക്കാൻ ഇവർ റെഡിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സിതാര, എന്തായി? ആദ്യം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഗീയിലൊന്ന് സോട്ട് ചെയ്യണം. ഓക്കെ, അപ്പം കുറച്ച് ഗീ ഒഴിച്ചിട്ടു അല്ലേ? ആ, പിന്നെ കുറച്ച് റേസിൻസ് എല്ലാവരും കുതിർത്തരക്കി അങ്ങനെയൊന്നും വേണ്ട അല്ലേ? അങ്ങനെയൊന്നുമില്ല, റോ ആയിട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചു. എല്ലാം കുറച്ച് കുറച്ച് ഒരു കൈപ്പിടി അല്ലേ? നമ്മളിപ്പം എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി. പിന്നെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കണം. ഈ ഡേറ്റ്സ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുറെ എടുക്കണം. ഡേറ്റ്സിന്റെ ഒരു മധുരവും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളത് പഞ്ചസാര അതിന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി മധുരമായി പോകും. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം. ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്യണം. ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യണം അല്ലേ? നല്ല മണമുണ്ട്. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ നെയ്യില് ഇതാവുന്നല്ലേ? നമ്മളെ ശരിക്കും ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യും കഴിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നടക്കട്ടെ. എന്തായി ഇവിടെ? പാലൊഴിച്ചു. ഇത് നല്ലോണം ഒന്ന് തിളക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കണം. തിളച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഏകദേശം ഒരു അര ഇതോളം എടുത്തിട്ടില്ല, ബൗളോളം എടുത്തിട്ടുണ്ട് പാല്. അത് നന്നായിട്ട് തിളച്ച് അതിലേക്ക് കണ്ടൻസ് മിൽക്കും ചേർത്ത് തിളപ്പിച്ച ശേഷം പിന്നെ പൈനാപ്പിൾ എടുക്കും. അതെ, ഓഫ് ചെയ്തതിന് ശേഷം പൈനാപ്പിളും പിന്നെ തേങ്ങാപ്പാലും ചേർക്കുക. ഓഫ് ചെയ്യുന്നത് പിരിഞ്ഞു പോകുന്നു വിചാരിച്ചു. അതെ, പിരിഞ്ഞു പോകുന്ന വെച്ചിട്ടാണ്. പൈനാപ്പിളിന്റെ ഒരു പുളി ഉള്ളതുകൊണ്ട് അല്ലേ? അതെ, തേങ്ങാപ്പാലും അതുപോലെയാണ്. അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റിന് ശേഷം ഇത് രണ്ടും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. പെട്ടെന്ന് കഴിയോ? ആ, പെട്ടെന്ന് കഴിയും. ഈ ഒരു പാലും കണ്ടൻസ് മിൽക്കും കൂടെ ഒന്ന് ചൂടാവുന്ന സമയം. അതെ, അത്രയും മതി. അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസമാണ്. എന്തായി? ടോഫി സോസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ടോഫി സോസ്. അപ്പൊ ആദ്യം ഞാൻ 2 ടീസ്പൂൺ ബട്ടർ ഇട്ടു. 1 ടീസ്പൂൺ ബട്ടർ, 2 ടീസ്പൂൺ ഷുഗർ, പിന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ടു, 2 ടീസ്പൂൺ ഷുഗർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു ഇത്തിരി ബ്രൗൺ ആകുമ്പോഴത്തേനും അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മളിത് കൂടുതൽ ഇതാവുന്ന മുമ്പ് ഫിഗ് ഇടുകയാണ്. ഓക്കെ,
അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഉടനെ തന്നെ പഴം ഇടുന്നതായിരിക്കും. പഴം നേരത്തെ അരിഞ്ഞു വെച്ചാൽ നേരത്തെ മാറൂല. അവസാനം ആ ഒരു സമയമാകുമ്പോ നമ്മള് അരിഞ്ഞാൽ മതി. ആ കണ്ടൻസ് മിൽക്കിന്റെ ഒക്കെ നല്ല മണമുണ്ട്. കുറച്ച് ടോഫി സോസിന് വേണ്ടി കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ടല്ലേ, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്. പാലും ചേർത്ത് പെട്ടെന്നാവും. ഇൻസ്റ്റന്റ് പായസമാണ്. ശരി, ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി അല്ലേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പിന്നെ പഴമൊക്കെ ആണെങ്കിലും എപ്പോഴും അവൈലബിൾ ആണ്. അതെ, നമുക്ക് എപ്പോ വേണമെങ്കിലും വാങ്ങാം. ഇനി അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാഷ്യൂ നട്ട്സ് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യും. കഴിഞ്ഞു, പായസം റെഡി. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ സുചിത്രയുടെ അടുത്തൊന്ന് പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കാര്യം. എന്തായി, പാല് കുറുക്കുവാണോ? അതെ, പാല് പഞ്ചസാര ഇട്ടിട്ട് കുറുക്കട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് കുറുകണോ അതോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി? പാല് ചൂടാവല്ല, കുറച്ചു നേരം കുറുക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്കും ഈ ആൽമണ്ട്സും കുറച്ച് അതിൽ വേവണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്താൽ മതി ബാക്കിയുള്ളത്. അത് അവസാനം കടിക്കാൻ വേണ്ടി. കണ്ടൻസ് മിൽക്കും നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. നല്ല മധുരമുള്ള പായസമാണ്. അതെ, നല്ല മധുരമുള്ള പായസം. പൊതുവെ മധുരം ഇഷ്ടമാണോ? അതെ, വീട്ടിലെല്ലാവർക്കും മധുരമാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പോ അതനുസരിച്ചിട്ട് കുറച്ച് മധുരമുള്ള പായസമാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നന്നായിട്ട് കുറുകിയാൽ മാത്രമല്ല നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതെ, ഇപ്പൊ ആൽമണ്ട്സും ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തതിന്റെ കൂടെ തന്നെ ആൽമണ്ട്സും ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ മാത്രമേ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുവ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഗുവയിൽ ഓൾറെഡി ഒരു കയ്പുണ്ട്. അപ്പൊ പാലിന്റെ കൂടെ പെട്ടെന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പിരിത്തു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് ആ ചൂട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യാം. പൈനാപ്പിൾ പോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് ഇത് പൈനാപ്പിൾ വെച്ചിട്ടും ചെയ്യാം, ഇതേ സെയിം പായസം. അപ്പൊ നടക്കട്ടെ, തിരിച്ചു വരാം. അപ്പൊ ഇവിടെ നിന്നപ്പോ കണ്ടില്ലേ, 4 വശത്തും നല്ല പായസത്തിന്റെ മണം വരുന്നുണ്ട്. ശരിക്കും ഒരു ഓണത്തിന്റെ ഫീലാണ്. അപ്പൊ ഓണം ആകുമ്പോ സ്വാഭാവികമായിട്ട് ഒരു നല്ല പാട്ട് കൂടി വേണ്ടേ? എല്ലാവർക്കും കൂടെ ചേർന്നൊരു പാട്ട് കൂടി ആയാലോ? എന്നാ തുടങ്ങാം. അപ്പൊ 4 പേരുടെ പായസവും തയ്യാറായി. നല്ല പായസത്തിന്റെ മണം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തു. സിത്താരക്കുട്ടി, എല്ലാം കഴിഞ്ഞില്ലേ? ഞാൻ പോയപ്പോ എന്തായിരുന്നു, നമ്മൾ ആദ്യം ഗീല് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അപ്പോഴാണ് ഞാൻ പോയത്. കുറച്ച് അതൊന്ന് ആയി കഴിയുമ്പം നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് അത് കുറച്ചു നേരം കൂടെ ഒന്ന് സോട്ടായി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര, എങ്ങനെയാണോ മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറവുള്ളവർക്ക് കുറച്ച്. കാരണം ഓൾറെഡി ഈ ഡേറ്റ്സിലൊക്കെ ഓൾറെഡി അത് സ്വീറ്റ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊരു ഏകദേശം ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആകുമ്പം പാലൊഴിച്ച് നമുക്ക് വേണ്ട ആ കൺസിസ്റ്റൻസിക്ക് എടുത്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ടേസ്റ്റ് ചെയ്യട്ടെ? തീർച്ചയായിട്ടും.
ഹണി ഇനിയാണല്ലേ മെയിൻ ഐറ്റം ഒഴിക്കുന്നത്. എന്ന് പറയുന്നത് ഗാർണിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന ഹണി. അപ്പൊ അതിന്റെ സ്വീറ്റും വരുമല്ലോ. അപ്പം അത് നമ്മൾ അത് ആ ഒരു കാൽക്കുലേഷനിൽ പഞ്ചസാര ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും. മാത്രമല്ല ഹണിയുടെ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ സ്വീറ്റിൽ നിന്ന് ഒരു വ്യത്യാസമാണ് അല്ലേ? അപ്പൊ അത് പായസത്തിന്റെ കൂടെ വരുമ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാനൊരു ടോട്ടലി ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ പൊതുവെ നമ്മൾ വെറുതെ കഴിക്കലുണ്ട്. ഇങ്ങനെ ഇടുമ്പം എല്ലാം അകത്തോട്ട് പോവുകയും ചെയ്യും, എന്നാൽ അതൊരു പായസം ടേസ്റ്റും പായസ രൂപത്തിൽ ചെല്ലുകയും ചെയ്യും അല്ലേ? അപ്പൊ ടേസ്റ്റ് ചെയ്യട്ടെ. അർച്ചന, എന്തായി? പാല് ഇവിടെ തിളച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ പോയത് അല്ലേ? സ്റ്റെപ്പ് ഇപ്പൊ റെഡിയായി. റെഡിയായി, എല്ലാം കഴിഞ്ഞു. പൈനാപ്പിൾ ഒക്കെ ഇട്ട് തണുപ്പിച്ച് എനിക്ക് കുടിക്കാൻ തയ്യാറാക്കി അതിനെ വച്ചേക്കുവാണ്. അപ്പൊ പിന്നെ എടുത്തോളൂ. ഇവിടെ എന്തായി? ഇവിടെ എല്ലാം ഷടപടേ കഴിഞ്ഞു. കഴിഞ്ഞു. ഞാൻ പോയപ്പോഴേ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുവായിരുന്നു അല്ലേ? അതെ, അവസാനം ആ കാഷ്നട്ടും കൂടെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്തായി സുചിത്ര? എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് കഴിയുന്നായിരുന്നു. അതെ, പെട്ടെന്ന് കഴിഞ്ഞു ഇത്. ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പേരക്കയും കൂടെ ആഡ് ചെയ്യും. ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് ആ ചൂടൊന്ന് സെറ്റ് ആവുമ്പോൾ ആ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുവ ആഡ് ചെയ്തു. എന്നിട്ട് ഒരു സ്പൂൺ ബട്ടർ. ഓക്കെ ഓക്കെ. സാധാരണ നമ്മൾ ബട്ടർ ഇടാറുണ്ടോ? നെയ്യല്ലേ ഇടാറുള്ളത്? ഇല്ല, ഇത് ബട്ടർ ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ എടുത്തോളൂ, ഞാൻ നോക്കട്ടെ ടേസ്റ്റ്. ഓക്കെ. സ്വീറ്റ് ആയിട്ടുള്ള 4 പായസം നമ്മളിപ്പോ കണ്ടു. എന്തായാലും ഒരാളെ നമുക്ക് സെലക്ട് ചെയ്തേ പറ്റൂ അല്ലേ? കുഴപ്പമില്ലല്ലോ, ഒരാളെ പറയട്ടെ. സിതാര വരൂ. ഹാപ്പി ആയില്ലേ? വളരെ ഹാപ്പിയാണ്. എന്താ തോന്നുന്നേ? ഞങ്ങള് 4 പേരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങളിൽ ആർക്ക് കിട്ടിയാലും ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പം ഞാൻ ഈ പ്രൈസ് ഞങ്ങളുടെ ടീച്ചറായ ഫാഹിദാൻജിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ടീച്ചറാണല്ലോ എന്തായാലും ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള പായസം പഠിപ്പിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സമ്മാനം വേണ്ടേ? ഇന്ന് തീർച്ചയായിട്ടും വേണം. അപ്പൊ നല്ല പായസം കുടിച്ചു, അതുപോലെ തന്നെ കുറെ നല്ല പാട്ടുകളൊക്കെ കേട്ടു, വിജയിയെ കണ്ടു. അത് മാത്രമല്ല ഇനിയുമുണ്ട് നമുക്ക് സാധാരണ പോലെ ഒരു വിഭവം കൂടി അല്ലേ? അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നേ? ഇന്നൊരു ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസ്. എല്ലാം റെഡി അല്ലേ? എല്ലാവരും എന്താ വരും.
പായസം മധുരവും ഒക്കെയായി ഓണം പായസമേളയുടെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.